കുടുങ്ങി, വീട്ടിൽ കുടുങ്ങി, ചെക്ക് പോസ്റ്റിൽ കുടുങ്ങി, ജോലി സ്ഥലത്തും കുടുങ്ങി. അതെ, ഈ കോവിഡ് കാലത്ത് നാം കേട്ട കൂടുതൽ വാക്കുകളിൽ ഒന്നാണിത്. സഹിക്കാൻ കഴിയാതെ നാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് കുടുങ്ങി എന്നതെങ്കിൽ ഏറ്റവും ഭീതിയോടെ നാം പറയുന്ന വാക്കുകളാണ് കൊറോണ അല്ലെങ്കിൽ കോവിഡ് എന്നുമൊക്കെ. എന്നാൽ എല്ലാവരും പറയുന്ന കുടുങ്ങി എന്ന വാക്കിന്റെ ഇപ്പോഴത്തെ പൊരുൾ എന്താണ്? നമുക്കിതുമായി ബന്ധപ്പെട്ട ഒരു 5 ചോദ്യങ്ങൾ ചോദിച്ചു നോക്കിയാലോ? അതിനു മുമ്പ് ഞാൻ മറ്റൊരു കഥ പറയാം. അതെ, 1918 ലോകത്താകമാനം പടർന്നു പിടിച്ച സ്പാനിഷ് ഫ്ലൂവിന്റെ കഥ. ഇന്ന് കോവിഡ് എന്ന മഹാമാരി പടർന്നു പിടിച്ചതുപോലെ തന്നെയാണ് അന്ന് ആ മഹാമാരിയും പടർന്നു പിടിച്ചത്. അന്ന് 50 കോടി ജനങ്ങളെ ഈ മഹാമാരി ബാധിച്ചു. മരിച്ചതോ 5 കോടി ജനങ്ങൾ. നമ്മുടെ രാജ്യത്തും ഈ സ്പാനിഷ് ഫ്ലൂ പടർന്നു പിടിച്ചു. 2 കോടി ജനങ്ങൾ ഇരയായി. ഈ കഥയിലെ ഒരു സംഭവവും നമ്മുടെ ഈ കോവിഡ് കാലത്തെ കുടുങ്ങി എന്ന സംഭവവും തമ്മിൽ ഒരു ബന്ധമുണ്ട് കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയിലൂടെ വഴിയെ പറയാം. വീഡിയോ മുഴുവൻ കാണണേ. അപ്പോൾ ഇനി ചോദ്യത്തിലേക്ക് വരാം. 1. യഥാർത്ഥത്തിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ? 2. എങ്കിൽ ആരെല്ലാമാണ് കുടുങ്ങിയത്? 3. അവരൊക്കെ ഇങ്ങനെ കുടുങ്ങേണ്ടതുണ്ടോ? 4. എന്തിനു വേണ്ടിയാണ്? 5. ആരാണ് കുടുങ്ങിയത്? കഴിഞ്ഞ ഒരാഴ്ചത്തെ മാധ്യമ റിപ്പോർട്ടുകളാണ് എന്നെ ഇങ്ങനെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചത്. ഇനി നമുക്ക് ഉത്തരം നോക്കാം. 1. കുടുങ്ങിയിട്ടുണ്ട്. 2. മനുഷ്യർ മാത്രമല്ല പല സഹജീവികളും കുടുങ്ങിയിട്ടുണ്ട്. 3. എല്ലാവരും കുടുങ്ങേണ്ടതുണ്ടോ? ഉണ്ട്. 4. എന്തിനു വേണ്ടിയാണ് കുടുങ്ങിയത്? ഈ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെ. 5ാമത്തെ ചോദ്യമാണ് വളരെ പ്രധാനം. ആരാണ് കുടുക്കിയത്? അതെ, ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നാം പരിശോധിക്കേണ്ടതും അത് തന്നെയാണ്. അപ്പോൾ കാരണങ്ങൾ കണ്ടെത്തണം, ഉറവിടങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യണം. അതിന് നാം എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം ഒന്ന് തേടിപ്പോവാം. എന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. കുടുക്കിയത് മറ്റാരുമല്ല, കൊറോണ തന്നെയാണ്. അത് വന്നിരിക്കുന്നു, അത് നമ്മെ ബാധിച്ചിരിക്കുന്നു. അതാണ് സത്യം, അതാണ് വസ്തുത. അത് നാം അംഗീകരിക്കുന്നുമുണ്ട്. അപ്പോൾ ഇനി അതിനെ നാം എങ്ങനെ മറികടക്കും? അതെ, നമുക്കിനി വേണ്ടത് അതിജീവനത്തിന്റെ ചിന്തയാണ്. ഈ മഹാമാരിയായ മരണക്കൊതിയൻ കോവിഡിനെ നാം എങ്ങനെ മറികടക്കും? ഈ മഹാമാരിയായ മരണക്കൊതിയൻ കോവിഡിനെ അതിജീവിക്കാനുള്ള പ്രധാന സൂത്രം എന്താണ്? അത് നാം സ്വയം കുടുങ്ങണം എന്നുള്ളത് തന്നെയാണ്. പിന്നീടാണ് മറ്റു കാര്യങ്ങൾ എല്ലാം വരുന്നുള്ളൂ. നമുക്കറിയില്ലേ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കലാണ്. അപ്പോൾ കൊറോണയുടെ കാര്യത്തിലും അത് തന്നെയല്ലേ വേണ്ടത്? കൊറോണയ്ക്ക് ചികിത്സയില്ല, വരാതെ നോക്കാൻ നമുക്കാവും. വന്നാൽ അതിജീവനം ഏറെ ബുദ്ധിമുട്ടേറിയതുമാണ്. അതാണ് വികസിത രാജ്യങ്ങളായ ഫ്രാൻസും ബ്രിട്ടനും അമേരിക്കയൊക്കെ നമ്മോട് പറയുന്നത്. അമേരിക്കയിൽ മാത്രം രോഗികൾ 15 ലക്ഷം കവിഞ്ഞു, മരണം 90,000 കവിഞ്ഞു. ഒരൽപ്പം കുടുങ്ങിയിരിക്കാൻ സാധിച്ചില്ല എന്നതുകൊണ്ട് മാത്രമാണ് അമേരിക്കയിലും ബ്രിട്ടനിലും സ്പെയിനിലും ഒക്കെ ഈ രോഗം കൈവിട്ടുപോയത്. ഓർക്കുക, അവരെ പോലെ വികസിത രാജ്യമല്ല ഇന്ത്യ. ആ രാജ്യങ്ങളിലുള്ള അത്ര ആശുപത്രികളും സാങ്കേതിക ഉപകരണങ്ങളും നമ്മുടെ രാജ്യത്തില്ല എന്നതാണ് സത്യം. ഇന്ന് മുഴുവൻ ലോകരാജ്യങ്ങളും ഈ രോഗത്തെ നേരിടാൻ വയ്യാതെ കിതക്കുകയാണ്. ലോകത്ത് രോഗികളുടെ എണ്ണം 50 ലക്ഷത്തോടടുക്കുന്നു. മരണമോ 3.25 ലക്ഷത്തോടടുക്കുന്നു. അതേസമയം നമ്മുടെ രാജ്യവും രോഗവ്യാപനത്തിൽ കുതിക്കുകയാണ്. ഈ രോഗത്തിന്റെ തുടക്ക കേന്ദ്രമായ ചൈന ഇതിനെ പിടിച്ചുകെട്ടിയിരിക്കുന്നു. എന്നാൽ നമ്മൾ ഇന്ന് ചൈനയെ മറികടന്ന് രോഗികളുടെ എണ്ണത്തിൽ 1 ലക്ഷം കവിഞ്ഞിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ മാത്രം രോഗികളുടെ എണ്ണം 40,000തോടടുക്കുന്നു. ഇത് ഭയാനകമാണ്, അപകടമാണ്. നമ്മളാൽ നമുക്ക് വേണ്ടി ഒരുക്കുന്ന അപകടം. ഈ മാസം 14-ാം തീയതി
WHO പുറത്തുവിട്ട ഒരു പത്ര റിപ്പോർട്ടാണിത്. കൊറോണ വൈറസിനെ ഭൂമിയിൽ നിന്നും വേഗം തുടച്ചു നീക്കാൻ പറ്റില്ലെന്നും എന്നാൽ ഈ വൈറസ് ഭൂമിയിൽ നിന്നും പോയില്ലെന്നും വന്നേക്കാം എന്നതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതെ, HIV വൈറസ് വന്നതിന് ശേഷം അതിനെ നമുക്ക് ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കാനായിട്ടില്ല. അതുപോലെ കൊറോണ വൈറസും സ്ഥിരമായി ഭൂമിയിൽ നിലനിന്നേക്കാം എന്നും മുന്നറിയിപ്പ് നൽകുന്നു. തുടക്കത്തിൽ തന്നെ WHO ഇതിനെ മൂന്നാം ലോക മഹായുദ്ധം എന്നാണ് വിശേഷിപ്പിച്ചത് എന്ന് നാം ഓർക്കുന്നില്ലേ? മഹായുദ്ധങ്ങൾ എത്രമാത്രം നഷ്ടങ്ങളാണ് ഈ ലോകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ ബുദ്ധിമുട്ടുകൾ ഇന്നും ലോക ജനത അനുഭവിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്രയും മഹാമാരിയായ വിപത്തിനെ നാം നിസ്സാരമായി കാണേണ്ടതുണ്ടോ? കൊറോണയെ പിടിച്ചുകെട്ടേണ്ട സമയം അതിക്രമിച്ചില്ലേ? അതിന് ഏറ്റവും നല്ലത് വൈറസിന്റെ പകർച്ച തടയുന്നതല്ലേ? അപ്പോൾ അതിന് നാം വീട്ടിൽ കുടുങ്ങിയിരിക്കേണ്ടത് തന്നെയല്ലേ? പകർച്ചവ്യാധി നിയമങ്ങളൊക്കെ നാം പാലിക്കേണ്ടതല്ലേ? നമുക്ക് വേണ്ടി, നാടിനു വേണ്ടി, ലോകത്തിനു വേണ്ടി വേണം എന്നത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അഭിപ്രായം. പിന്നെ എന്തിനാണ് നാം അനാവശ്യമായി പുറത്തിറങ്ങുന്നതും യാത്ര ചെയ്യുന്നതും ഒക്കെ? പ്രത്യേകിച്ചും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ടതല്ലേ? എത്ര പേരാണ് സർക്കാർ നിർദ്ദേശങ്ങൾ ലംഘിച്ച് പാസില്ലാതെ അതിർത്തിയിലെത്തുന്നത്? പാസില്ലാതെ എത്തുന്നവർക്ക് സുരക്ഷയൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകർക്ക് കഴിയാതെ വരില്ലേ? അധിക സമയം ജോലി ചെയ്യുന്ന അവരുടെ അവസ്ഥ നാം കാണാതെ പോകാമോ? എന്തിനാണ് ഇത്ര ധൃതി? കൃത്യമായ അച്ചടക്കത്തോടെ കേരളം നേടിയ നേട്ടം അറിഞ്ഞവരല്ലേ നാം? ഐക്യരാഷ്ട്ര സംഘടന മുതൽ സുപ്രീം കോടതി വരെ നമ്മുടെ കേരളത്തെ അഭിനന്ദിച്ചതല്ലേ? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ കൈവിട്ടു പോകുമ്പോൾ നമ്മുടെ സംസ്ഥാനം പിടിച്ചു നിൽക്കുന്നത് നാം കാണുന്നില്ലേ? അത് നമ്മുടെ ഈ ഒരു ശ്രദ്ധ കൊണ്ടല്ലേ? ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തെ അല്ലേ? അതുകൊണ്ട് നാം നേടിയ നേട്ടം നാം കൈവിടാൻ പാടുണ്ടോ? ഈ പത്രക്കട്ടിങ് കൂടി ഒന്ന് വായിക്കൂ. വെയിലും മഴയും കൊണ്ട് രാവും പകലും അറിയാതെ ഇപ്പോഴും കുറെ ആരോഗ്യ പ്രവർത്തകർ ജോലി ചെയ്യുന്നുണ്ട്. അവരിൽ പലരും രോഗബാധിതരായിട്ടുണ്ട്. എത്ര നഴ്സുമാർ, എത്ര ഡോക്ടർമാർ മാസങ്ങളായി വീട് വിട്ടു പോയിട്ട് അവർക്കൊന്നും ഇതുവരെയും വീടണയാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ഉറ്റവരെ ഒന്ന് നേരിട്ട് കാണാൻ കഴിയാതെ അകന്നു നിൽക്കുന്നു. സ്വന്തം കുഞ്ഞാറ്റകൾക്ക് ഒരു ചുംബനം പോലും നൽകിയിട്ട് എത്ര നാളായി? അപ്പോൾ ഇവരാണോ നമ്മളാണോ യഥാർത്ഥത്തിൽ കുടുങ്ങിയിട്ടുള്ളത്? പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ കുടുങ്ങി എന്നൊക്കെ പറയുന്നത്? ശരിയല്ലേ? അപ്പോൾ കുടുങ്ങി എന്ന വാക്ക് നാം ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒരേ മനസ്സോടെ ഇനിയും നാം മുന്നോട്ട് പോവേണ്ടിയിരിക്കുന്നു. കാരണം കേരളം മാതൃകയാണ്, ലോകത്തിന് തന്നെ മാതൃകയാണ്. നാം തുല്യതകളില്ലാത്ത നേട്ടമാണ് ഇതുവരെയും കൈവരിച്ചത്. അതിനു പിന്നിൽ നമ്മുടെ ഒറ്റ മനസ്സാണ്, ഒറ്റ ചിന്തയുമാണ്, ഒരേ പ്രവർത്തനങ്ങളുമാണ്. ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ നമുക്കൊന്ന് അഭിനന്ദിക്കാം. അവരെ അനുസരിക്കുകയും ചെയ്യാം. അവരോട് ഇനിയും ഐക്യപ്പെടുകയും ചെയ്യാം. അപ്പോൾ നാം പുറകിലല്ല, മുന്നേ നടക്കുകയാണ്. ജയിക്കും, നാം ജയിച്ചു മുന്നേറും. ഈ കാലവും കടന്നു പോകും. തുപ്പരുതേ, തോറ്റുപോകും. കൈ കഴുകിയാൽ